So in this video, I am explaining about divide and conquer approach for problem solving. Divide and conquer approach ൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പ്രോബ്ലത്തിനെ ഡിവൈഡ് ചെയ്ത് സ്മാളർ സബ് പ്രോബ്ലംസ് ആക്കുക. ഈ സബ് പ്രോബ്ലങ്ങൾ എന്ന് പറയുന്നത് ഒറിജിനൽ പ്രോബ്ലമായിട്ട് സിമിലർ ആവുന്ന സബ് പ്രോബ്ലം ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഈ സബ് പ്രോബ്ലം കുറച്ചുകൂടി മെയിൻ പ്രോബ്ലത്തിനേക്കാളും ഈസിയർ ടു സോൾവ് ആകുന്ന രീതിയിൽ വേണം നമ്മൾ എൻഷുർ ചെയ്യാൻ. പിന്നെ അതേപോലെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കോൺകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സബ് പ്രോബ്ലവും നമ്മൾ റിക്കേഴ്സീവായിട്ട് സോൾവ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്നുവെച്ചാൽ പ്രോബ്ലത്തിന് ഡയറക്റ്റായിട്ട് സൊല്യൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്മോളർ സബ് പ്രോബ്ലം ആക്കുക. ചില സൊല്യൂഷൻസ് നമുക്ക് ഡയറക്റ്റ് സൊല്യൂഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ കമ്പൈൻ മീൻസ് നമ്മൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സബ് പ്രോബ്ലങ്ങളുടെ സൊല്യൂഷൻസിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒറിജിനൽ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എത്തുക. അപ്പോൾ ഒന്നുകൂടി പറയാം, ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിവൈഡ് ദ സ്റ്റെപ്പ്, ദറ്റ് ഈസ് ബ്രേക്കിംഗ് ഡൗൺ ദ പ്രോബ്ലം ഇൻ ടു സ്മാളർ സബ് പ്രോബ്ലംസ്. കോൺകർ മീൻസ് സബ് പ്രോബ്ലംസിനെ വീണ്ടും എന്താ റിക്കേഴ്സീവായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പോവുക. ഓക്കെ, അപ്പം റിക്കേർഷൻ ഉപയോഗിച്ചിട്ട് സബ് പ്രോബ്ലംസിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ സബ് പ്രോബ്ലങ്ങളുടെ സൊല്യൂഷൻസിലോട്ട് എത്തുക. ആ സൊല്യൂഷൻസ് കമ്പൈൻ ചെയ്തുകൊണ്ട് ഒറിജിനൽ സൊല്യൂഷൻസിൻ്റെ പ്രോബ്ലത്തിലോട്ട് എത്തുക. സോ ഡിവൈഡ്, കോൺകർ ആൻഡ് കമ്പൈൻ ആർ ദ മെയിൻ 3 സ്റ്റെപ്സ് ഓഫ് ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച്. ഒരു ക്ലാസിക്കലായിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് മെർജ് സോർട്ട് ആണ്. മെർജ് സോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അറേ ഓഫ് എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്, നമുക്ക് സോർട്ട് ചെയ്യണം. അപ്പം നമ്മൾ അറേനെ നമ്മൾ എന്ത് ചെയ്യും, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും, തുല്യമായിട്ട് ഡിവൈഡ് ചെയ്ത് പോയിട്ട് നമ്മൾ ഓരോ ഹാഫുകളെ നമ്മൾ എന്ത് ചെയ്യും, സോർട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പോയി സിംഗിൾ എലമെൻ്റ് ആവുന്നിടം വരെ ഈ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്ത് പോകും. എന്നിട്ട് സിംഗിൾ എലമെൻറ്റുകളെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും, സോർട്ട് ചെയ്ത് മെർജ് ചെയ്ത് തിരിച്ച് ബാക്ക് ട്രാക്ക് ചെയ്ത് നമ്മൾ ഒറിജിനൽ പ്രോബ്ലത്തിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പം മെർജ് സോർട്ടിൽ 3 സ്റ്റെപ്സ്. ഡിവൈഡ് മീൻസ് സ്പ്ലിറ്റ് ദ അറേ ഇൻറ്റു 2 ഹാഫ്സ്. കോൺകർ മീൻസ് റിക്കേഴ്സീവ്ലി സോർട്ട് ബോത്ത് ഹാഫ്സ്. റിക്കേഴ്സീവ്ലി നമ്മൾ എന്ത് ചെയ്യണം, സോർട്ട് ചെയ്ത് പോവുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ സോർട്ടഡ് അറേസിനെ മെർജ് ചെയ്തിട്ട് ടു പ്രൊഡ്യൂസ് ദ സോർട്ടഡ് അറേ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് വി ഹാവ് ഗിവൺ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, 2, 4, 6, 7 എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ 7/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സംതിങ് വരും അല്ലേ. അപ്പം ആദ്യത്തെ ഒരു സബ്സെക്ഷനിൽ 3 എണ്ണവും അടുത്ത സബ്സെക്ഷനിൽ ബാക്കി റിമൈനിങ് ഉള്ള 3, 9, 82, 10. ഇനി ഈ ഓരോ സബ്സെക്ഷൻസിനെയും നമ്മൾ ഡിവൈഡ് ചെയ്ത് പോവുക. അപ്പം 38, 27, 43 by 2 ചെയ്യുമ്പം നമുക്ക് എത്ര, 3 എലമെൻറ്റ്സ് അല്ലേ, 3/2 ദാറ്റ് ഈസ് ഇപ്പുറത്തൊരു 1ഉം അപ്പുറത്ത് 2 എലമെൻറ്റ്സും വരും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 9 ഒരു സെക്ഷൻ വരും, 82, 10 വേറൊരു സെക്ഷൻ വരും. ഓക്കെ, ഇനി നമ്മൾ ഈ 27, 43 വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 27ഉം 43 ആവും. അതുപോലെ 3, 9 ഡിവൈഡ് ചെയ്യുമ്പോൾ 3ഉം 9ഉം ആയി മാറും. 82, 10 ഡിവൈഡ് ചെയ്യുമ്പോൾ 82ഉം 10ഉം ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ സിംഗിൾ എൻട്രീസ് ആയിട്ട് മാറി. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 27, 43 നമ്മൾ എന്ത് ചെയ്യുക, സോർട്ട് ചെയ്തിട്ട് കമ്പൈൻ ചെയ്യുക. അപ്പോൾ 27ഉം 43 സോർട്ട് ചെയ്യുമ്പോൾ 27, 43, 3, 9 കൂടി നമുക്ക് സോർട്ട് ചെയ്യുമ്പോൾ 3, 9, 82, 10 നമുക്ക് സോർട്ട് ചെയ്യുമ്പം 10, 82. ഇതിനകത്തൊന്നും സംശയമില്ലെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ ഈ 38ഉം 27, 43യും കൂടി സോർട്ട് ചെയ്യുക. എങ്ങനെ സോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ അറയിലെയും ഫസ്റ്റ് എലമെൻറ്റും രണ്ടാമത്തെ അറയിലെ സെക്കൻഡ് എലമെൻറ്റും കൂടി കമ്പയർ ചെയ്യും. അതിൽ സ്മാളസ്റ്റ് എലമെൻ്റ് ആയിരിക്കും നമ്മൾ ഈ അറയിലോട്ട് കോപ്പി ചെയ്തുക. അപ്പോൾ 38ഉം 27ഉം കൂടി കമ്പയർ ചെയ്യുമ്പോൾ സ്മാളസ്റ്റ് എലമെൻറ്റ് 27 ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഇതിൽ ഫസ്റ്റ് അറയിൽ 38 ഉണ്ട്, സെക്കൻഡ് അറയിൽ ബാക്കി 43 ഉണ്ട്. അവ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ലെസ് എലമെൻറ്റ് 38 ആണ്. ഓക്കെ, ഇനി ബാക്കിയുള്ള റിമൈനിങ് എലമെൻറ്റ്സ് ഓഫ് ദി സെക്കൻഡ് അറേ ഇവിടെ കോപ്പി ചെയ്ത് വെച്ചു. ഇനി ഇവിടെ നമ്മൾ നോക്കിയേ 3, 9ഉം 10, 82 കൂടി തമ്മിൽ കമ്പയർ ചെയ്യാം. ആദ്യം ഫസ്റ്റ് ഇവിടുത്തെ 3ഉം അവിടുത്തെ 10ഉം കൂടി തമ്മിൽ കമ്പയർ ചെയ്യുക. ലെസ് ഇങ്ങോട്ട് കോപ്പി ചെയ്തു, ഇവിടെ 3 വന്നു. ഇനി ഇത് അഡ്വാൻസ് ചെയ്ത് ഇപ്പുറത്തോട്ട് വന്നു, ഇവിടെ 9 വന്നു. ഈ 9ഉം ഈ 10ഉം കൂടി തമ്മിൽ കമ്പയർ ചെയ്യുക. ലെസ് എലമെൻറ്റ് ഇവിടെ കോപ്പി ചെയ്യുക. അങ്ങനെ ഈ അറേ ആദ്യം ഇഞ്ഞു വന്നു. ഇനി എന്ത് ചെയ്യുക, റിമൈനിങ് എലമെൻറ്റ്സ് ഇവിടുത്തെ സോർട്ടഡ് ആണല്ലോ, അതിനെ ഇങ്ങോട്ടങ്ങ് കമ്പൈൻ ചെയ്താൽ മതി. ഇനി ഈ സബ്ബറയും കൂടി തമ്മിൽ നമ്മൾ കമ്പൈൻ ചെയ്യുക, മെർജ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റും കൂടി നോക്കി ചെറുത് ഇവിടെ ഇട്ടു. ഇനി നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോയിന്റർ അഡ്വാൻസ് ചെയ്ത് ഇവിടെ 9ലെത്തി. ഇവിടുത്തെ പോയിന്റർ ബിഗിനിങ്ങിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ 27ഉം 9ഉം കൂടി തമ്മിൽ കമ്പയർ ചെയ്യും. ലീസ്റ്റ് എലമെൻറ്റ് 9 ആണ്. ഓക്കെ, ഇനി ആ 9 കഴിഞ്ഞ് അഡ്വാൻസ് ചെയ്ത് ഈ അറയിൽ 10ലോട്ട് എത്തി. 10ഉം 27ഉം കമ്പയർ ചെയ്തു, ലീസ്റ്റ് എലമെൻറ്റ് 10 ആണ്. ഓക്കെ, ഇനി 10 വന്നു. ഇനി 82ലോട്ട് വന്നു.
ഫസ്റ്റ് അറേയിൽ ഇപ്പോഴും 27ൽ തന്നെ നമ്മുടെ പോയിന്റ് ഇരിക്കുക. 27ഉം 82ഉം കൂടി തമ്മിൽ കമ്പയർ ചെയ്തു. ലീസ്റ്റ് എലമെന്റ് 27. അങ്ങനെ നമ്മൾ സോർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യും. ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് മെർജ് സോർട്ട്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.